നമുക്കറിയാം, അമേരിക്കയും ഇസ്രയേലും അകാരണമായി ഇറാനിലേക്ക് ആക്രമണങ്ങൾ അയച്ചുവിട്ടതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിൻ്റെ ഭാഗമായി മേഖലയിലാകെ അല്ലെങ്കിൽ ലോകത്താകെ വലിയ എനർജി ഷോർട്ടേജ് നേരിടുകയും ലോകത്തെ മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന രീതിയിലേക്ക് ഈ യുദ്ധം വളർന്നു പോകുകയുമാണ്. എന്നാൽ ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും, എപ്പോൾ കഴിയുമെന്നാണ് സമാധാന കാംക്ഷികളായ ലോകത്തെ മുഴുവൻ ആളുകളും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ഈ യുദ്ധം ഒരു മാസത്തേക്ക് എത്തി നിൽക്കുമ്പോൾ ഇക്കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ തുർക്കിയുടെയും അതുപോലെ തന്നെ ഈജിപ്തിൻ്റെയും സൗദിയുടെയും പാകിസ്ഥാൻ്റെയും ഒക്കെ വിദേശകാര്യ മന്ത്രിമാർ ഒത്തുകൂടി എങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നൊക്കെയും വരുന്ന റിപ്പോർട്ട്. ഏതായാലും ഇക്കഴിഞ്ഞ ദിവസം ഇറാൻ മേഖലയിലേക്ക് നടത്തിയ ആക്രമണങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ആക്രമണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അത് ഈ ഇസ്രയേലിലേക്ക് നിരന്തരമായി ഇറാൻ മിസൈൽ ആക്രമണവും അതുപോലെ ഡ്രോൺ ആക്രമണവും നടത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇക്കഴിഞ്ഞ ദിവസം ഇസ്രയേലിൻ്റെ തെക്കൻ പ്രദേശമായ വ്യാവസായിക മേഖലയിൽ ഒരു മിസൈൽ പതിക്കുകയും അവിടെ അഡാമ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഫാക്ടറിക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും തീപിടുത്തമുണ്ടാവുകയും ചെയ്തു എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു ആക്രമണം ചെറിയ ഒരു ആക്രമണമല്ല. ആ പ്രദേശത്തുള്ള ആളുകളോടൊക്കെയും നിങ്ങൾ വീടിനുള്ളിൽ തന്നെ കഴിയണമെന്നും പുറത്തിറങ്ങാൻ പാടില്ലെന്നും ഈ ഒരു കെമിക്കൽ ഫാക്ടറിയിൽ അപകടകരമായ ചില വസ്തുക്കളുണ്ട് എന്നും അത് ലീക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങളെ സാരമായി ബാധിക്കുവാൻ സാധ്യതയുണ്ടെന്നുമുള്ള മുന്നറിയിപ്പാണ് ഇസ്രയേലി മാധ്യമങ്ങളൊക്കെയും ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ജനവാതിലുകൾ അടച്ചിട്ടുകൊണ്ട് വീടിനുള്ളിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥയാണ്. തെക്കൻ ഇസ്രയേലിലെ ലീക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങളെ സാരമായി ബാധിക്കുവാൻ സാധ്യതയുണ്ടെന്നുമുള്ള മുന്നറിയിപ്പാണ് ഇസ്രയേലി മാധ്യമങ്ങളൊക്കെയും ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ജനവാതിലുകൾ അടച്ചിട്ടുകൊണ്ട് വീടിനുള്ളിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥയാണ് തെക്കൻ ഇസ്രയേലിലെ ബീർഷിബയിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ മാത്രമുള്ള നിയോട്ട് ഹോവാവ് വ്യാവസായിക മേഖലക്കുള്ളത്. ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ഈ മേഖലയിലുള്ള ആളുകളോടൊക്കെയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ലെന്നും പ്ലാന്റിൽ അപകടകരമായ വസ്തുക്കളുണ്ട് എന്നുമുള്ള മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നും അതുപോലെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും എന്തിലധികം ഇന്നലത്തെ അന്താരാഷ്ട്ര വാർത്തകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഹൂത്തികളുടെ രണ്ടാമത്തെ മിസൈൽ ആക്രമണവും ഇസ്രയേലിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇസ്രയേലിലേക്ക് ഹൂത്തികളും ഹിസ്ബുള്ളയും ഇറാനും ഒരുപോലെ ആക്രമണം അഴിച്ചുവിടുകയും ഇസ്രയേലിൻ്റെ ഗതി വേറെ ഒരു രീതിയിലേക്ക് മാറിപ്പോവുകയും ജനങ്ങൾക്ക് യാതൊരുവിധ ആവശ്യ വസ്തുക്കൾക്കും വേണ്ടി പുറത്തിറങ്ങാൻ കഴിയാത്ത ദിവസങ്ങൾ കടന്നു പോവുകയും ചെയ്യുകയാണ്. ഇതിനിടക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാൻ മേഖലയിലേക്ക്, മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക്, ഇസ്രയേലിലും അതുപോലെ സൗദിയുടെ വ്യോമതാവളങ്ങളിലേക്കും അതിശക്തമായ ആക്രമണങ്ങൾ അയച്ചുവിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അന്ന് തന്നെ വന്ന വാർത്തയാണ്. പക്ഷേ ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം വരുന്ന വാർത്തയനുസരിച്ച് സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിൽ അമേരിക്കക്ക് വളരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നും നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നതോടൊപ്പം അമേരിക്കയുടെ ഒരു നിരീക്ഷണ വിമാനത്തിന് സാരമായ കേടുപാടുകൾ പറ്റിയൊന്നും തകർന്നു പോയെന്നുമുള്ള വാർത്തയാണ് ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. സൗദി വ്യോമതാവളത്തിന് നേരെ ഇറാൻ ഒരു മിസൈലും അതുപോലെ നിരവധി ഡ്രോണുകളും ഉപയോഗിച്ച് നടത്തിയ ഈ ആക്രമണത്തിലാണ് വളരെ വിലപിടിപ്പുള്ള വിദൂരങ്ങളിൽ നിന്ന് മിസൈലുകളും അതുപോലെ തന്നെ വിമാനങ്ങളെയും ഒക്കെ ട്രാക്ക് ചെയ്ത് കമാൻഡർക്ക് കൈമാറുന്ന ഈ ഒരു റഡാർ സംവിധാനം ഉപയോഗിക്കുന്ന അത്യാധുനിക സൗകര്യമുള്ള അമേരിക്കയുടെ ബോയിങ് E3 സെൻട്രി എന്ന് പറയുന്ന ഒരു വിമാനത്തിന് കേടുപാട് സംഭവിച്ചത്. കേടുപാടല്ല, തകർന്നു പോയി എന്ന് തന്നെ ആ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇതിൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട പല ആളുകളും ട്വിറ്ററിലും മറ്റുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, എക്സിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ചിത്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രയേലി മാധ്യമങ്ങൾ ദ ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെ ഇക്കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരമാണ് ഞാനിത് പറയുന്നത്. അമേരിക്കയുടെ കയ്യിൽ തന്നെ 16 എണ്ണം മാത്രമാണ് ഈ ആക്രമണത്തിന് മുമ്പ് അമേരിക്കയുടെ കയ്യിൽ ഈ ബോയിങ് E3 സെൻട്രി വിഭാഗത്തിൽപ്പെട്ട
നിരീക്ഷണ വിമാനം ആകെ 16 മാത്രമാണ് ഉള്ളത് എന്നും സൗദി വ്യോമതാവളത്തിലുള്ള ഈ E3യെ പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്യാൻ അമേരിക്കക്ക് കഴിയില്ലെന്നുമാണ് ദ ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇതിന് അവൈലബിലിറ്റി ഇല്ല. അതുപോലെ തന്നെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇതിന് പകരക്കാരനായ E7 ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഏകദേശം $700 മില്യൺ ചെലവ് വരും എന്നുള്ളതാണ്. ആ രീതിയിൽ തന്നെ നോക്കുമ്പോൾ ഇറാന്റെ മിസൈൽ ആക്രമണം സൗദിയിൽ വരുത്തി വച്ചിരിക്കുന്നത് വളരെ വലിയ പ്രത്യാഘാതമാണെന്നും ഇതിനു പുറമെ നിരവധി ഇന്ധനം നിറക്കുന്ന വിമാനങ്ങൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ട് എന്നുമുള്ള വാർത്തയാണ് വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഏകദേശം 10 ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 5ഓളം വരുന്ന അമേരിക്കയുടെ ഇന്ധനം നിറക്കുന്ന വിമാനങ്ങൾക്ക് അന്ന് കേടുപാട് പറ്റിയിരുന്നു. 10ഓളം വരുന്ന US സൈനികർക്ക് ഈ ആക്രമണത്തിൽ പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. ആകെ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ US കണക്ക് പ്രകാരം 13 ആളുകൾ കൊല്ലപ്പെടുകയും 300-ലധികം US സൈനികർക്ക് ഇറാന്റെ മിസൈൽ ആക്രമണത്തിലും ഡ്രോൺ ആക്രമണത്തിലും പരിക്ക് പറ്റുകയും ചെയ്തു എന്ന് ഔദ്യോഗികമായി തന്നെ അമേരിക്ക സ്ഥിരീകരിക്കുകയാണ്. ഇറാന്റെ ഇത്തരത്തിൽ വളരെ ശക്തവും കൃത്യവുമായ ആക്രമണം ബഹ്റൈൻ്റെ ബേസുകളിലേക്കും കുവൈത്തിലെ അമേരിക്കൻ ബേസുകളിലേക്കും അതുപോലെ തന്നെ സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിലേക്കുമൊക്കെ ഇറാൻ എത്തരത്തിൽ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. കൃത്യമായി അവരെ ഹിറ്റ് ചെയ്യുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരമാണെങ്കിൽ റഷ്യ ഇത്തരത്തിൽ ഇന്റലിജൻസ് സംവിധാനം ഇറാന് കൈമാറുന്നുണ്ട് എന്നും ഈ ഒരു പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിലേക്ക് ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ മാർച്ച് 20-നും 23-നും 25-നും റഷ്യൻ ഉപഗ്രഹങ്ങൾ ചിത്രങ്ങൾ പകർത്തുകയും അത് ഇറാന് കൈമാറുകയും ചെയ്തു എന്ന് ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി ഇത്തരത്തിൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എത്തരത്തിലാണ് ഈ സെലൻസ്കിക്ക് യുക്രൈന് ഈ വിവരങ്ങൾ കിട്ടിയതെന്ന് കൃത്യമായി വ്യക്തമാക്കാത്തത് കൊണ്ട് തന്നെ സെലൻസ്കി മുൻകൂട്ടി പറഞ്ഞിരുന്നുവെങ്കിലും ഇതിനെ അമേരിക്കയോ സൗദിയോ ആരും തന്നെ കാര്യമായി എടുത്തില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഇറാൻ അയച്ചുവിടുകയും US സൈനികർക്കും US അസറ്റുകൾക്കും വളരെ ശക്തവും കൃത്യവുമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബോയിങ് E3 സെൻട്രി എന്ന് പറയുന്ന എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്നു പേരുള്ള ഈ ഒരു വിമാനത്തിന് ശക്തമായി കേടുപാടുകൾ സംഭവിപ്പിക്കുവാൻ ഇറാന് കഴിഞ്ഞു എന്നുള്ള ഈ ഒരു വാർത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. US പ്രധാന നിരീക്ഷണ വിമാനങ്ങളിൽപ്പെട്ടതാണ് ഈ E3 സെൻട്രി എന്ന് പറയുന്ന വിമാനം. മുമ്പ് മാർച്ച് 14-ന് ഇറാൻ നടത്തിയ ആക്രമണത്തിലും പ്രിൻസ് സുൽത്താൻ എയർബേസിൽ നിരവധി പരിക്കുകൾ സംഭവിച്ചു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കുവൈത്തിൽ 10 കുവൈത്ത് സൈനികർക്ക് പരിക്ക് പറ്റി എന്നുള്ള ഒരു വാർത്തയും വരികയാണ്. ഈ 3 വാർത്തകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് കുവൈത്തിലെയും അതുപോലെ തന്നെ പ്രിൻസ് സുൽത്താൻ എയർബേസിലെയും അതുപോലെ ഇസ്രയേലിലെ തെക്കൻ ഇസ്രയേലിലെ അഡാമ എന്ന് പറയുന്ന ഈ കെമിക്കൽ ഫാക്ടറിയിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ സംഭവിച്ച പരിക്കുകളും ഈ 3 വാർത്തകളും വളരെ പ്രധാനപ്പെട്ടതായി കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനിടക്ക് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ പറയുന്നത് പരസ്യമായി യുദ്ധം നിർത്തുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയെന്ന് ആളുകളെ ധരിപ്പിക്കുകയും ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോഴും ഒരു കരയാക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാൻ മേഖലയിലേക്ക് അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും മേഖലയിലേക്കും അമേരിക്കൻ അസറ്റുകളിലേക്കും വളരെ ശക്തമായ ആക്രമണങ്ങളാണ് ഇറാൻ അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാനിലെ പല സ്കൂളുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കും നേരെ ഇസ്രയേലും അമേരിക്കയും ആക്രമണം നടത്തിയതുകൊണ്ട് തന്നെ മേഖലയിലെ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ യൂണിവേഴ്സിറ്റികളെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇത്തരത്തിൽ തന്നെ യുദ്ധം മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിലൊന്നും യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു സംഭവ വികാസങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് നിരാശജനകമായ ഒരു സംഭവം തന്നെയാണ്. വരും ദിവസങ്ങളിൽ യുദ്ധത്തിൻ്റെ ഗതി എങ്ങോട്ടേക്ക് പോകുമെന്ന് നോക്കി തന്നെ കാണേണ്ടി വരും. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.